അരൂരിൽ വൻ ഗതാഗതക്കുരുക്ക് വലഞ്ഞിരിക്കുകയാണ് യാത്രക്കാർ. മഴയ്ക്ക് പുറമെ ഉയരപ്പാത നിർമ്മാണത്തിനുള്ള ഗേഡറുകളുമായി ലോറികൾ കൂടി എത്തിയതോടെ കിലോമീറ്ററുകളോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. ആദ്യമൊരു പ്രതികരണത്തിലേക്ക്. ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു വരികയാണ് ചന്ദ്രൂരിൽ. ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് അരമണിക്കൂറായി. ഇപ്പം ബ്ലോക്കിലായിട്ട് കിടക്കുക ഇവിടെ. വെള്ളക്കെട്ടും കുഴിയും തന്നെയാണ്. പിന്നെ ആരും പരിഹാരം കാണുന്നില്ല, ആരും ശ്രമിക്കാറില്ല. ആ അവസ്ഥയിലാണ് ഞങ്ങൾ. വൈകുന്നേരം 4 മണിക്ക് വന്നിട്ട് 5:30 ചന്ദ്രൂരിൽ എത്തിയത്. നമ്മളിപ്പോൾ പുറപ്പെട്ട് ഇപ്പം ബ്ലോക്കിൽ കിടക്കും. വിഷ്ണു സുരേഷ് കുമ്പളത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, എന്താണ് സാഹചര്യം? മണിക്കൂറുകളായി യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്ന നിലയുണ്ട്. ഈ ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നവർ, അത്യാവശ്യ യാത്ര പോകുന്നവർ, ഇവരൊക്കെ പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഈ കുരുക്കഴിക്കാനുള്ള ശ്രമം എങ്ങനെ, വിഷ്ണു? വളരെ ശക്തമായ ബ്ലോക്കാണ് ഇപ്പോൾ ഈ അരൂര് മുതൽ കുമ്പളം വരെയുള്ള മേഖലകളിൽ തുടരുന്നത്. മണിക്കൂറുകളായി ബ്ലോക്ക് തുടങ്ങിയിട്ട് വൈകിട്ട് ഏകദേശം ഒരു 5 മണിയോടുകൂടി ആരംഭിച്ച ഗതാഗതക്കുരുക്കാണ് അതിപ്പോൾ കുമ്പളം വരെ നീണ്ടിരിക്കുന്നു. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് എത്ര നീണ്ട നിരയിലാണ് ഈ വാഹനങ്ങൾ കിടക്കുന്നതെന്ന്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ അരൂർ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ബ്ലോക്കുകളുണ്ട്. ചേട്ടാ, കുറെ നേരമായോ? അരമണിക്കൂറായി. വരികയാണ്. പത്തനംതിട്ടയ്ക്ക് പോകണം. നാളെ രാവിലെ പോലെ എത്തുമെന്ന് തോന്നുന്നില്ല. അത്ര ബ്ലോക്കാണ്. ശക്തമായ ബ്ലോക്കാണ്. കുമ്പളം ടോൾ പ്ലാസയിൽ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ ഇപ്പുറത്താണ് ഞാൻ നിൽക്കുന്നത്. ആ ടോൾ പ്ലാസയിൽ നിന്ന് 200 മീറ്ററിലേക്ക് എത്താൻ വന്ന സമയമാണ് അരമണിക്കൂർ എന്ന് പറയുന്നത്. അങ്ങനെ ഈ പ്രദേശത്ത് എന്താണ് സംഭവം? അത് അവിടെ ഒരു വാഹനം ബ്രേക്ക് ഡൗൺ ആയതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് മനസ്സിലാവുന്നത്. ഒപ്പം തന്നെ ഇന്ന് ഈ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗർഡറുകൾ എത്തിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ആ ഒരു പശ്ചാത്തലവും മഴയുടെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഈ ഗതാഗതക്കുരുക്കിന് കാരണമെന്ന് മനസ്സിലാക്കുന്നു. അവിടെ പോലീസുകാരുണ്ട്. അവർ പല വഴികളിലൂടെ വാഹനങ്ങൾ തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് നടത്തുന്നുണ്ട്. പക്ഷെ അത് ഫലം കാണുന്നില്ല. ഇപ്പോൾ ഈ ആലപ്പുഴ ഭാഗത്തേക്ക്, അതായത് വൈറ്റ്ലയിൽ നിന്ന് ആലപ്പുഴ ദിശയിലേക്ക് പോകുന്ന ട്രാക്കിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷം. എത്രയും പെട്ടെന്ന് പരിഹരിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മണിക്കൂറുകളോളമാണ് ഈ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ നേരത്തെ ഈ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് അകപ്പെട്ട് കിടന്നത്. പക്ഷേ അത് മാറ്റാൻ ആംബുലൻസിനെയൊക്കെ മറ്റു വഴിയിലൂടെ പറഞ്ഞു വിടാനായിട്ട് പോലീസ് ശ്രമിച്ചിട്ടുണ്ട്. ആംബുലൻസുകളൊക്കെ ഇവിടുന്ന് പോവുകയും ചെയ്തു. സാധാരണഗതിയിൽ ഈ ഉയർപ്പാത നിർമ്മാണം വന്ന ശേഷം ഇവിടെയൊക്കെ ശക്തമായ ഗതാഗതം. ചേട്ടാ, എല്ലാ തവണയും ഭയങ്കര ബ്ലോക്കാണോ ഇവിടെ? ആണ്, വളരെ ബ്ലോക്കാണ്. വളരെ മണിക്കൂറൊക്കെ കിടക്കൂടെ? 2-3 മണിക്കൂറൊക്കെ കിടക്കും. ഒറ്റ കിടപ്പാ. മഴയും കൂടി പെയ്തുകൊണ്ടുകൂടി കുറച്ചൊരു പ്രശ്നമുണ്ട്. കുറച്ച് പ്രശ്നം കൂടുതലാണ്. വളരെ മോശം. വരുമ്പോ അറിയാലോ, കട്ടറും ഓടാൻ പറ്റും. പിന്നെ ഒരുപാട് പേര് ബൈക്കിലൊക്കെ വന്ന് മറിഞ്ഞു വീഴുന്നുണ്ട്. എങ്ങോട്ടാ പോകുന്നത്? ഞാൻ കൊല്ലോ. എപ്പോ എത്താനാ സാധ്യത? 2 മണിയൊക്കെ കഴിയും. 3 മണി അടുപ്പിച്ചു. സാധാരണഗതിയിൽ ബ്ലോക്കില്ലെങ്കിൽ എപ്പോ എത്തും? ഒരു 12:30. ഇതിവിടെ കടന്നിനിപ്പം കിട്ടുമെന്ന് കടന്ന് കഴിയുമ്പോഴേ പറയാൻ കഴിയും. കൊല്ലത്തേക്കുള്ള യാത്രയാണ്. കൊല്ലത്തേക്ക് എത്തണമെങ്കിൽ 2 മണിയോടുകൂടി സമയം വേണമെന്നാണ് പറയുന്നത്. അത്രയും ശക്തമായ ഗതാഗതക്കുരുക്കാണുള്ളത്. കോടതി അടക്കം ഇടപെട്ട വിഷയമാണ്. പക്ഷേ ഇപ്പോഴും അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല. രോഗികളടക്കമുള്ള ആളുകൾ, ജോലി കഴിഞ്ഞ് പോകുന്ന ആളുകളൊക്കെ മണിക്കൂറുകളോളമാണ് ഈ ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ട് പോകുന്നത്. ഒരു കൃത്യമായ ശാശ്വതമായ പരിഹാരം വേണം. ചില ദിവസങ്ങളിലൊന്നും വലിയ കാര്യമായ ബ്ലോക്ക് ഉണ്ടാകാറില്ല. പക്ഷേ ചില ദിവസങ്ങളിലൊക്കെ ഇതേപോലെ അപ്രതീക്ഷിതമായി കാര്യമായി തന്നെ ബ്ലോക്കുകൾ ഉണ്ടാകും. അത് കൃത്യമായ ക്രമീകരണങ്ങളുടെയൊക്കെ ഒരു കുറവാണെന്നാണ് യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ആക്ഷേപം. ഇനിയും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറേയേറെ നടക്കാനുണ്ട്. അപ്പോൾ ആ നാളുകളിലൊക്കെ ഈ ബുദ്ധിമുട്ട് ജനം അനുഭവിക്കണമെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയൊക്കെ അതിരൂക്ഷ വിമർശനം ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ സഹിച്ച് നിൽക്കുകയാണ്. ഇതിന്റെ നിർമ്മാണം എപ്പോൾ പൂർത്തിയാക്കുമെന്ന് ദേശീയപാത അതോറിറ്റിയോട് ചോദിച്ചപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് കാര്യമായ മറുപടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ചേട്ടാ, സ്ഥിരമായി ബ്ലോക്കാണോ ചേട്ടാ? അതെ, സ്ഥിരമായ ബ്ലോക്ക് തന്നെയാണ്. അതെ അതെ അതെ. എങ്ങോട്ട് പോവാ? ഞാൻ ആലപ്പുഴയ്ക്ക്. എപ്പോ എത്തുന്നുള്ളതെന്ന് ധാരണ? ഒരു പിടുത്തമില്ല. അതാണ്, ആളുകൾക്കൊന്നും ഒരു ധാരണയില്ല. ജോലി കഴിഞ്ഞ് വരുന്ന ആളുകളാണ് മണിക്കൂറോളം ഈ ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ട് പോകുന്നത്. ഇപ്പോൾ കുമ്പളം ഭാഗത്തുനിന്ന് ഒരുപക്ഷെ അങ്ങോട്ടേക്കും, കുമ്പളത്തിന് പുറകിലേക്ക് വൈറ്റില ഭാഗത്തേക്കൊക്കെ ബ്ലോക്ക് ശക്തമായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇടപെടണം. മറ്റു വഴികളിലൂടെയൊക്കെ വാഹനം മാറ്റാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം. ശരി, വൈകുന്നേരം 5 മണിയോടുകൂടി തുടങ്ങിയ ഗതാഗതക്കുരുക്കാണ്. അത് ഇപ്പോഴും യാത്രക്കാരെ വലച്ചുകൊണ്ട് തുടരുകയാണ്. ദീർഘദൂര യാത്രക്കാർ, ഒരുപാട് ദൂരത്തേക്കൊക്കെ പോകാനുള്ള ആളുകളൊക്കെ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങുന്നവർ, അങ്ങനെ ഒരുപാട് പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. നിത്യേനയുള്ള പ്രശ്നമാണിത് എന്ന് പറയുന്നുണ്ട് അവിടെയുള്ള അതുവഴി സഞ്ചരിക്കുന്ന യാത്രക്കാർ. അതിന് പുറമെ ഇന്ന് ഈ ഉയരപ്പാത നിർമ്മാണത്തിനുള്ള ഗേഡറുകളുമായി ലോറികൾ കൂടി എത്തിയത് പ്രതിസന്ധി ഇരട്ടിയാക്കി എന്ന് മനസ്സിലാക്കുന്നു. വിഷ്ണു സുരേഷ് കുമ്പളത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.